അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണം എന്ന് ആദ്യമായി എന്നോടും ഒപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി വീണ്ടും എന്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടു എന്ന് നേരത്തെ ആമുഖ ഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനും വിശദീകരിക്കുവാനും ഉള്ളതുകൊണ്ട് ആമുഖം എന്ന നിലക്ക് കൂടുതലായൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം കേരളക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി, കൊല്ലങ്ങൾ കുറേയായി. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഇലക്ഷനിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്കോ മത്സരിച്ച് വോട്ട് നേടുക എന്നുള്ളത് ലക്ഷ്യമല്ല. അല്ലെങ്കിൽ കുറേ അനുയായികളും കുറേ ആളുകളും കൂടെയുണ്ടായി സിംദാബാദ് വിളിച്ചു നടക്കൽ, അതിൻ്റെ പേരിൽ അധികാരങ്ങളും സമ്പത്തും ഉണ്ടാക്കി സമൂഹത്തിലൂടെ സുഖിച്ചു നടക്കൽ, അതും ഞങ്ങളുടെ ലക്ഷ്യമല്ല. നേരെ മറിച്ച് ഈ ലോകമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ താൽക്കാലികമായ ഒരു ജീവിത കാലഘട്ടം മാത്രമാണ്. ഇതിനുശേഷം അനന്തമായ ശാശ്വതമായ യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നേയുള്ളൂ. ആ ജീവിതത്തിൽ മനുഷ്യന് രക്ഷ ലഭിക്കുവാൻ ആവശ്യമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണോ അത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ എളിയ പ്രവർത്തകന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം. പക്ഷേ വളരെ കൃത്യമായി സ്വർഗത്തിൻ്റെ വഴി ഇന്നതാണ് എന്നും നരകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന വഴി ഇന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് പ്രാമാണികമായി ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഉത്ബുദ്ധരാക്കുമ്പോൾ
അവിടെ തകർന്നടിയുന്ന മറ്റൊന്നുണ്ട്, അതാണ് പൗരോഹിത്യം. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ശരിയായ തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ജനങ്ങൾ ശരിയായ സുന്നത്ത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള ഗമനം അത് തടസ്സപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തെ കയ്യിലെടുത്തുകൊണ്ട് തങ്ങൾ എന്താണോ ചൊല്ലിക്കൊടുക്കുന്നത് അത് മാത്രം നിങ്ങൾ ദീനായി അംഗീകരിച്ചാൽ മതി എന്ന നിലക്ക് മതത്തിൻ്റെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന മേഖലകളെ കയ്യിലെടുത്ത പൗരോഹിത്യം സമൂഹത്തിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇത്തരം പ്രഭാഷണങ്ങൾ വലിയ പ്രയാസമാണ്. കാരണം തൗഹീദ് ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ പിന്നെ മാല ചൊല്ലാനോ മാല ചൊല്ലിക്കാനോ കിട്ടുകയില്ല. യഥാർത്ഥമായ ദീന് മനസ്സിലാക്കിയ ഒരു സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം അവനിലൂടെ പിന്നെ ബിദ്അത്തിലൂടെ ഉണ്ടാക്കാൻ പ്രതീക്ഷിക്കുന്ന സാമ്പത്തികമായ മേഖലകൾ തടസ്സപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എളിയ പ്രവർത്തകന്മാർ എവിടെയെങ്കിലും ഒരു തൗഹീദി പ്രഭാഷണം വെച്ചാൽ അവിടെ അതിന് മറുപടി പറയാനും വിശദീകരിക്കുവാനും ആളുകൾ വരും. ഇവിടെ ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്. ചരിത്രത്തിൻ്റെ ആവർത്തനം എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ശേഷം വന്ന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, സ്വാലിഹ്, ഹൂദ്, ലൂത്ത്, ഇബ്രാഹിം, ഈസ, മൂസ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഏതൊരു പ്രവാചകനും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുമ്പോൾ, ആ സമൂഹത്തെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ സമൂഹത്തെ അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായ തൗഹീദിൻ്റെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ആ സത്യപാന്താവിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ പ്രവാചകന്മാർ സമൂഹത്തിനോട് അത് ഉപദേശിച്ച് തിരിച്ചു പോയാൽ ഉടനെ അവിടെ വരും ആ സമൂഹത്തിൻ്റെ എതിരാളികൾ. ആരാ വരുന്നത്? മൂസാ നബി പോയാൽ അവിടെ നമ്രൂദ് വരും, മൂസാ നബി പോയാൽ അവിടെ ഫിർഔൻ വരും, ഇബ്രാഹിം നബി പോയാൽ അവിടെ നമ്രൂദ് വരും, പ്രവാചകൻ പോയാൽ അവിടെ അബൂജാഹിൽ വരും. എന്തിനാ വരുന്നത്? പ്രവാചകൻ വന്നുകൊണ്ട് പറഞ്ഞു, സമൂഹമേ, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എൻ്റെ സമൂഹമേ, നിങ്ങൾ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ഇബാദത്ത് അവനോട് മാത്രമേ ആകാവൂ. എല്ലാ നബിമാരും വഴന്നു പറഞ്ഞ, എല്ലാ നബിമാരും പ്രസംഗിച്ച വിഷയമാണ്. ഒരു പ്രവാചകൻ വന്നുകൊണ്ട് ആ സമൂഹത്തോട് പറയാണ്, നാട്ടുകാരെ, നിങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ ദുആ ചെയ്യേണ്ടത് നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ്. ഇപ്പോൾ ഉദാഹരണമായി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് പറയാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. സമൂഹമേ, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ആ റബ്ബിലേക്ക് ക്ഷണിക്കുകയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് നാട്ടുകാരോട് പറഞ്ഞ് നൂഹ് നബി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ നാട്ടിലെ ആ പ്രവാചകൻ്റെ എതിരാളികൾ വരും. അവരാരാ? അവരുടെ മുമ്പ് മരിച്ചുപോയ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അവർ വന്നിട്ട് നേരെ ഖണ്ഡനം. എന്താ ഖണ്ഡനം? ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വലാ യഊഖ വനസ്റാ. നിങ്ങൾ വദ്ദിനെ ഒഴിവാക്കരുത് കേട്ടോ, നിങ്ങൾ സുവാഇനെ ഒഴിവാക്കരുത്. നിങ്ങൾ നൂഹ് പറഞ്ഞത് കേട്ടിട്ട് ഒരു ഇലാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അത് ശരിയാവില്ല. നമ്മളൊക്കെ പാപം ചെയ്യുന്ന ആളുകളാണ്. ആ റബ്ബിലേക്ക് അടുക്കാൻ ഒരുപാട് ആളുകൾ നമുക്ക് വേണം. ആരാ മറുപടി പറയുന്നത്? ആർക്കാ മറുപടി പറയുന്നത്? തൗഹീദിലേക്ക് ക്ഷണിച്ച ഒരു പ്രവാചകന് ആ നാട്ടിലെ ശിർക്കിൻ്റെ ആളുകൾ വന്നുകൊണ്ട് മറുപടി പറയുന്നു. ഇബ്രാഹിം നബി നാട്ടുകാരോട് തൗഹീദ് പറഞ്ഞാൽ അതിന് നേരെ എതിര് വിശദീകരിച്ചുകൊണ്ട് നമ്രൂദ് നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാരോട് പറഞ്ഞു, മക്കക്കാരോട്. അവരാരാ? ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. ഒരു നബിയായിരുന്നു. ആ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ലാത്തയെയും ഉസ്സയെയും മനാത്തിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ. അവരോട് പറയാണ്, നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. അവർക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നാട്ടിലെ പ്രമാണിമാർക്ക് ഇഷ്ടപ്പെടാഞ്ഞത്? അതിലൂടെ അവരുടെ അധികാരങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവർ ജീവിച്ചിരുന്ന പല മാർഗങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഉടനെ മറുപടി, ഇബ്രാഹിം നബിയെയും വിളിക്കണം, ഇസ്മായിൽ നബിയെയും വിളിക്കണം, ലാത്തയെയും വിളിക്കണം, ഉസ്സയെയും വിളിക്കണം. അതേ, ലോകത്ത് ഏതെല്ലാം ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ വന്നിട്ടുണ്ടോ അവർക്കെല്ലാം മറുപടി പറയുവാനും ഖണ്ഡിക്കുവാനും ആളുകളുണ്ടായിരുന്നു. ഇന്നും ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്.
അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ആരെയും വേദനിപ്പിക്കാനല്ല, ഇവിടെ ആരെങ്കിലും അടിച്ചമർത്തി അവരെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു പോകാനും അല്ല ഞാൻ വന്നിട്ടുള്ളത്. യഥാർത്ഥമായ തൗഹീദിൻ്റെ വശമെന്തെന്ന് മനസ്സിലാക്കാതെ, യഥാർത്ഥമായ സുന്നത്തിൻ്റെ രീതികൾ എന്തെന്ന് മനസ്സിലാക്കാതെ, തൻ്റെ സൃഷ്ടാവായ അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കാതെ, ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ആ പൊതുജനത്തെ മനസ്സിലാകാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കപ്പെട്ട ഈ ആളുകളുണ്ടല്ലോ, അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ നിർവഹിക്കുകയാണ്. അപ്പോൾ ചരിത്രത്തിൻ്റെ ആവർത്തന വിഷയങ്ങൾ ഒന്ന് അതാണ്. രണ്ടാമത്തെ ഒന്ന്, ഏതൊരു പ്രവാചകനും ഏതൊരു വലിയും ഏതൊരു പരിഷ്കർത്താവും ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി സമൂഹത്തിൽ വന്നിട്ടുണ്ടോ, അവരുടെ കാലശേഷം, അവരുടെ മരണശേഷം അവർ തന്നെ ആരാധിക്കപ്പെടുന്ന അവസ്ഥ സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് എന്തിനാ സഹോദരന്മാരെ? ഇന്ന അവ്വല ബൈത്തി മൂദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ കഅബാലയം നിർമ്മിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? തൗഹീദിന് വേണ്ടിയായിരുന്നു. ജീവിതം മുഴുവൻ തൗഹീദിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ക്ഷണത്തിന് വേണ്ടി നാട്ടുകാരെയും വീട്ടുകാരെയും സ്വന്തം കുടുംബക്കാരെയും എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ടി വന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, തൗഹീദിന് വേണ്ടി അഗ്നിയിലേക്ക് ചാടേണ്ടി വന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ മരണശേഷം അറേബ്യയിലുണ്ടായിരുന്ന ആളുകൾ പിന്നെ ആരെയാ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? അതേ ഇബ്രാഹിം നബിയെ. ഈസാ നബി വന്നതെന്തിനാ? ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂ ഹദാ സിറാത്തും മുസ്തഖീം. എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹു ഉണ്ട്, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. ഇതാകുന്നു ചൊവ്വായ പാത, ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീം. അത് പഠിപ്പിച്ചു. ആ പ്രവാചകൻ അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തി. പിന്നെ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് വന്ന സമൂഹം അതേ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്തിനാ? ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കരുതേ, ഇസ്മായിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കരുതേ, ലാത്തയെയും ഉസ്സയെയും വിളിച്ച് പ്രാർത്ഥിക്കരുതേ. നിങ്ങളുടെ സൃഷ്ടാവായ യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച ഒരു രക്ഷിതാവുണ്ട്, അവനോട് മാത്രം പ്രാർത്ഥന, അവൻ്റെ മുമ്പിൽ മാത്രം സുജൂദ്, അവൻ്റെ മുമ്പിൽ മാത്രം വണക്കം. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം അവനോട് മാത്രമേ ആകാവൂ എന്നുള്ള ആ സത്യസന്ദേശം പഠിപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്താ ലോകത്തിൻ്റെ അവസ്ഥ? പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. വലിയ വ്യാപകമായ വിപത്തുകൾ വരുമ്പോൾ, വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ, അക്രമുൽ ഖൽഖായ പ്രവാചകരെ, അങ്ങല്ലാതെ എനിക്ക് വേറെ ആര് അഭയം നൽകാനുണ്ട്? അങ്ങയോടല്ലാതെ എനിക്ക് മറ്റാരോട് ചോദിക്കാനുണ്ട്? അതായി ആധുനിക മുസ്ലിമിൻ്റെ വിശ്വാസം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ നിശബ്ദത പാലിച്ചാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രഭാഷണ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ നിലക്ക് വസ്തുത ഇന്നതാണ് എന്ന് ചരിത്രപരമായും പ്രാമാണികമായുമെല്ലാം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ സമൂഹത്തെ കയ്യിലെടുത്ത പുരോഹിതന്മാർക്ക് പലപ്പോഴും അത് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അവർ രംഗത്തിറങ്ങും. എന്നിട്ട് എന്താ ചെയ്യുക? പ്രമാണങ്ങൾ കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയൂ? ആയത്തുദ്ധരിച്ചുകൊണ്ട് മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് സമർത്ഥിക്കാൻ സാധിക്കുമോ? ഇല്ല. സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മരിച്ചുപോയ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന് സമർത്ഥിക്കാൻ സാധിക്കുമോ? ഇല്ല. പ്രവാചകനോ ആ പ്രവാചകനെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ ആരെങ്കിലോ ഇങ്ങനെയുള്ള മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നും സമർത്ഥിക്കാൻ സാധ്യമാണോ? ഇല്ല. അപ്പം എന്താ പരിഹാരം? ഈ പ്രസ്ഥാനത്തെ ചളിവാരി തേക്കുക, അവരെ സമൂഹത്തിൽ ഒന്നിന് കൊള്ളരുതാത്തവരാക്കി മാറ്റുക, അവരെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുക, അവർ പറയുന്ന സത്യത്തോടൊപ്പം കളവുകൾ കൂട്ടിച്ചേർത്ത് ആ നിലക്ക് ജനങ്ങൾ ആ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുക. അങ്ങനെയുള്ള ചില കോപ്രായങ്ങളും ചില സംസാരങ്ങളും ചില തൊള്ളബടായികളുമായിരുന്നു കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ ഇവിടെ 2 മുസ്ലിയാക്കന്മാർ വന്ന് നടത്തിയത്. എനിക്ക് ആമുഖമായ ഒരു കാര്യം പറയാനുണ്ട്. ഈ പ്രഭാഷണത്തോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ പാടില്ല. ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം. ആളുകൾ സത്യം പഠിക്കണം. ഓരോ വിഷയങ്ങളും വരട്ടെ. സ്ത്രീ ജുമുഅ ജമാഅത്ത്, ഖുതുബയുടെ ഭാഷ, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലൽ, മരിച്ചടത്ത് യാസീൻ ഓതൽ, ഖബർ കെട്ടിപ്പൊക്കൽ, ഖബറിങ്കൽ നിലവിളക്ക് കത്തിക്കൽ,
ഖബറിന് മുമ്പിൽ സുജൂദ് ചെയ്യൽ, ജാരം മൂടൽ, അവിടുത്തെ എണ്ണ കുടിക്കൽ, ഓരോന്നോരോന്ന് ചർച്ചയ്ക്ക് വരട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്ന് പോകണം. പക്ഷേ നാട്ടുകാരോട് കാര്യം പറയാനുണ്ട്, അലവി സഖാഫിയെ കൊണ്ടുവരണം, വിടരുത്. ഇനിയും അലവി സഖാഫി ഇങ്ങോട്ട് വരണം, വന്നേ പറ്റൂ. വരൂല എന്നൊക്കെ പറയും ചിലപ്പോൾ. അബുദാബി പോകാനുണ്ട്, മസ്കത്ത് പോകാനുണ്ട്, ഒമാന് പോകാനുണ്ട്, പലയിടത്തും പോകാനുണ്ടാകും. പക്ഷേ പറയാ ഫضل ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നാട്ടുകാരാകെ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ മസ്കത്തുക്കോ എങ്ങട്ടാച്ചോ പോയിക്കോളൂ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. ഇത് അനുഭവത്തിന് വെളിച്ചത്തിലാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ഞങ്ങളൊരു മുഖാമുഖം നടത്തി. പിന്നെ വന്നു ഈ അലവി സഖാഫി. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ചില കോപ്രായങ്ങളൊക്കെ കളിച്ച്, ചില നാടകങ്ങളൊക്കെ കളിച്ച്, അവനവൻ്റെ കൂടെയുള്ള ആളുകളെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച്, അതുതന്നെയാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ചില കളികളൊക്കെ നടത്തി വീണ്ടും ഞങ്ങൾ വിശദീകരണം വെച്ചു. പിന്നെ അദ്ദേഹം വന്നിട്ടില്ല. പല തവണ ഞങ്ങൾ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അലവി സഖാഫിയുടെ അടുത്ത് പോയി ബോധം കെടുത്തണം. എന്നിട്ട് ബോധം കെട്ടിയിട്ട് ഇവിടെ സ്റ്റേജിൽ കൊടുത്ത് കിടത്തി വെക്കുക, മൈക്ക് മുമ്പിൽ വെച്ച് കൊടുക്കുക, എപ്പോൾ ബോധം തെളിഞ്ഞോ അപ്പോൾ പ്രസംഗിക്കാൻ പറയാം. അത്രത്തോളം പറഞ്ഞിട്ടും അലവി സഖാഫി അവിടെ വന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം മലപ്പുറം അങ്ങാടിയിൽ വെച്ചുകൊണ്ട് മുഹ്യിദ്ദീൻ മാല വിശദീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു. അതിന് മറുപടി പറയാൻ അലവി സഖാഫി വന്നു. ഞാൻ വീണ്ടും വിശദീകരിച്ചു, പലതവണ വിളിച്ചു, അലവി സഖാഫി വന്നിട്ടില്ല. അതുകൊണ്ട് തലപ്പാറയിൽ മുങ്ങിയതുപോലെ, മലപ്പുറം അങ്ങാടിയിൽ നിന്ന് മുങ്ങിയതുപോലെ ഈ ചങ്ങരംകുളത്ത് വെച്ചുകൊണ്ട് മുങ്ങരുതേ, ജനങ്ങൾ കാര്യം പഠിക്കട്ടെ എന്ന് ആമുഖമായി അലവി സഖാഫിയോടും ഒപ്പം വന്ന അഹ്സനിയോടും സൂചിപ്പിക്കുകയാണ്. അതിന് താഴെയുള്ളവരൊന്നും കൊണ്ടുവരണ്ട. പത്തപ്പിരിയുണ്ട്, മമ്പാടുണ്ട്, ഏലംകുളുണ്ട്, ആരും വേണ്ട, അലവി സഖാഫി തന്നെ വരണം. കാരണം അദ്ദേഹം വന്നാലേ ഞങ്ങളുടെ ആളുകൾക്കെന്നല്ല സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും പല കാര്യങ്ങളും പഠിക്കുകയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരം അങ്ങനെയാണ്, അതൊരു ശൈലിയാണത്. അല്ലാഹു തആല ഓരോരുത്തർക്കും ഓരോ രൂപത്തിലല്ലേ കൊടുക്കുക. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയണ്ടായി, ഇവിടെ അത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. മുജാഹിദുകൾ പറയാണ്, അള്ളാഹ് ഒരു വിരലിൽ ആകാശത്ത് നിർത്തും, ഒരു വിരലിൽ ഭൂമിനെ നിർത്തും, ഒരു വിരലിൽ മലകളെ എടുക്കും, ഒരു വിരലിൽ നദികളെ എടുക്കും. എന്നിട്ട് മൂപ്പര് വിശദീകരിക്കുക. എന്നിട്ട് മുജാഹിദുകൾ പറയുന്നു, ആ അല്ല ഭൂമി ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമത്രേ. ഇതൊക്കെ എടുത്തിട്ട് പിന്നെ എങ്ങനെ അല്ല ഇറങ്ങുക എന്ന് ഇപ്പം ചോദിക്കുക. അപ്പോൾ അല്ല തുരന്നിറങ്ങേണ്ടത് എന്താ, ആണിയാണോ? ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാ റബ്ബിൻ്റെ സിഫാത്തുകളെ മനസ്സിലാക്കേണ്ടത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാമാണികമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ പ്രസ്ഥാന പ്രവർത്തകന്മാരെ മോശമാക്കാൻ വേണ്ടി പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ നടത്തിയ പ്രഭാഷണത്തിൽ വന്ന ഒന്നാണ്, മുജാഹിദുകൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ആരും ബേജാറാകണ്ട, ഞാൻ ജിന്നിക്ക് പോകണമെന്നില്ല. മുജാഹിദുകൾ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അതെന്തിനാണെന്നറിയോ? നിങ്ങൾ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ശിർക്കാണ്, ഇത് കുഫറാണ്, ഇത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് കൃത്യമായി പ്രാമാണികമായി വിശദീകരിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൊണ്ടുവന്നൊരു ആരോപണമാണ് എന്ത്, മുജാഹിദുകൾ ജിന്നിനെ വിളിക്കുന്നവരാണ്, അവർ പുഴയിലെത്തിയാൽ ജിന്നിനെ വിളിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ പറയട്ടെ, ജിന്നിനെ വിളിക്കാൻ പാടില്ല. ജിന്നിനെ വിളിച്ചു തേടിയാൽ ശിർക്കാണ്. അത് പുഴയിലാണെങ്കിലും പുഴക്കരയിലാണെങ്കിലും കടലിലാണെങ്കിലും കരയിലാണെങ്കിലും വഴിക്കടവിലാണെങ്കിലും നിലമ്പൂരിലാണെങ്കിലും എവിടെയാണെങ്കിലും ജിന്നിനെ വിളിച്ചു തേടിയാൽ ശിർക്കാണ്. നിങ്ങൾക്ക് വന്ന് പറയാൻ ധൈര്യമുണ്ടോ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടിയാൽ ശിർക്കാണ് എന്ന്? ധൈര്യമുണ്ടെങ്കിൽ പറയണം. ഞാൻ ചോദ്യം നമ്പർ 1 എന്ന് പറഞ്ഞ് എണ്ണി പറയുന്നില്ല. ആ ചോദ്യങ്ങൾ സ്വയം മനസ്സിലാക്കുക, നോട്ട് ചെയ്ത് വെക്കുക, അടുത്ത പ്രഭാഷണത്തിൽ വിശദീകരിക്കുക. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ബദ്രീങ്ങളെ വിളിച്ചു തേടൽ ശിർക്കാണ്, മമ്പുറം തങ്ങളെ വിളിച്ചു തേടൽ ശിർക്കാണ്, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടൽ ശിർക്കാണ് എന്ന് പറയാൻ ഞങ്ങളെപ്പോലെ, ഏതുപോലെ ജിന്നിനെ വിളിച്ചു തേടൽ ശിർക്കാണ് എന്ന് പറയാൻ നിങ്ങൾക്കതുപോലെ അത് പറയാൻ ധൈര്യമുണ്ടോ? ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പലപ്പോഴും പറയുന്നത് അത് കളവ് എന്ന നിലക്കല്ല, നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ടാണ്, നിങ്ങൾ പ്രസംഗിച്ചത് കൊണ്ടാണ്. ഇവിടെ പ്രസംഗിച്ചല്ലോ, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ എന്താ കുഴപ്പം? ചോദിച്ചില്ലേ അലവി സഖാഫി മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ എന്താ കുഴപ്പം? ചിലപ്പോൾ ഇവർക്കൊരു സ്വഭാവമുണ്ട്, ആളുകൾ കൂടിയ സന്ദർഭത്തിൽ അവിടെ രക്ഷപ്പെടണം. കാരണം ഇവിടെ എങ്ങനെയെങ്കിലും കിടങ്ങറായിട്ട് വന്നതായിരിക്കും. അപ്പോൾ ആളുകൾ പിടിച്ചു നിർത്തണം, അതിനുവേണ്ടി എന്തും വിളിച്ചു പറയും. പിന്നെ അത് ആ പ്രഭാഷണം കേട്ട അവർക്ക് തന്നെ തോന്നും, ഓ അത് മോശമായിപ്പോയി, ഇത് മോശമായിപ്പോയി. അതുകൊണ്ടാണ് പ്രഭാഷണം കഴിഞ്ഞ് മാസം 1 കഴിഞ്ഞല്ലോ, അതിന് CD ഇറങ്ങിയിട്ടുണ്ടോ? ഇന്നിറങ്ങിയിട്ടുണ്ടോ? ഇന്നിറങ്ങിയിട്ടില്ലല്ലോ. ഇല്ല, ഇന്നലെ വരെ അന്വേഷിച്ചു, ഇന്നേ വരെ CD ഇറങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്?
ഇതൊരു ആദർശമാണെങ്കിൽ ആ ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾ പ്രസംഗിച്ചു, ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വീട്ടിലവർ വന്നു, ആ CD എടുത്തു കൊടുത്തു, ഇതാ ഞങ്ങളുടെ പ്രഭാഷണം കൊണ്ടുപോയി കേട്ടോളൂ. നിങ്ങളുടെ CD അവിടെ 3-4 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞങ്ങളത് കേട്ടാൽ, നാട്ടുകാർ പിന്നെ കേട്ടാൽ, മറ്റുള്ള ആളുകൾ പിന്നെ കേട്ടാൽ പല ക്ലിപ്പും അതൊന്ന് വരും, പല കാര്യങ്ങളും വിശദീകരിക്കേണ്ടി വരും. അതിനെ പേടി കൊണ്ട്, ഭയം കൊണ്ട് CD ഇറക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത പ്രഭാഷകന്മാരും അവരെ വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് സംഘടിപ്പിക്കുന്ന ആളുകളും. ഞങ്ങൾക്ക് ആ പേടിയൊന്നുമില്ല. നമ്മൾ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലെ ചെറിയ ചെറിയ കുട്ടികളാണ് ഞാനൊക്കെ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ധൈര്യത്തോട് വരുന്നത്? അള്ളാഹിൻ്റെ കലാം കയ്യിലുണ്ട്, പ്രവാചകന്റെ ജീവിതം കയ്യിലുണ്ട്, ഹദീസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഉള്ളിടത്തോളം കാലം അലവി സഖാഫി എന്നല്ല, എത്ര വലിയ ആൾ വന്നാലും ഞങ്ങൾക്കതിന് ബേജാറില്ല. കാരണം അള്ളാഹിൻ്റെ കലാമാണ് ഇവിടെ ഓതുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക അവർ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഇല്ല, ഞങ്ങൾക്ക് ആ വാദമേ ഇല്ല, അങ്ങനെ വിശ്വാസവും ഞങ്ങൾക്കില്ല. തുറന്ന് ഞങ്ങൾ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. സൃഷ്ടാവായ, സംരക്ഷകനായ, നിയന്താവായ, ഖാലിഖായ, മാലിക്കായ, റാസിഖായ, മുദബ്ബിറായ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ. ഇതാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തേത്, ഈ മുജാഹിദുകൾക്ക് മക്കത്തെ മുശ്രിക്കീങ്ങളുടെ 10 സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ 10 സ്വഭാവമുണ്ട്. ഒരു 2-3 പറഞ്ഞപ്പോഴത്തേനും അലവി സഖാഫി കൈ പിടിച്ചു. ആരുടെ? ഫൈസൽ അഹ്സനിൻ്റെ. ഇനി പറയണ്ട, പിടിച്ചു. അത് വിശദീകരിക്കാം ഞാൻ. ഇവിടുത്തെ മുജാഹിദുകൾക്ക് മക്കയിലെ മുശ്രിക്കുകളുടെ 10 സ്വഭാവമുണ്ട് എന്ന് എണ്ണി പറയാൻ വേണ്ടി പുറപ്പെട്ടിട്ട് 1-2 പറഞ്ഞപ്പോഴേക്കിനും പൂതി മതിയായി. ഒന്നാമതെന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? അവർ കടലിലൂടെ മക്കയിലെ മുശ്രിക്കുകൾ യാത്ര ചെയ്യുമ്പോൾ അവർ അള്ളാനെ വിളിച്ചു പ്രാർത്ഥിക്കും. മുജാഹിദുകൾ പുഴക്കരയിലെത്തിയ ജിന്നിനെ വിളിക്കുന്നു പറയാനത് പറഞ്ഞു വന്നത്. പക്ഷേ ഈ അഹ്സനിൻ്റെ ചിന്തയും അലവി സഖാഫിൻ്റെ ചിന്തയും രണ്ടാണല്ലോ. ഓരോരുത്തർ ഓരോന്നാ പറഞ്ഞു നടക്കുക. ഇയാളെന്താ പറഞ്ഞു ഇയാൾക്കും അറിയില്ല, ഇയാളെന്താ പറഞ്ഞാൽ മറ്റാൾക്കും അറിയില്ല. ഈ വാക്ക് പറഞ്ഞപ്പോഴേക്കിനും, ഈ ആയത്തോതി വിശദീകരിക്കാൻ തുടങ്ങിയപ്പോഴേക്കിനും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഫൈസൽ അഹ്സനിയുടെ കയ്യ് ബാക്കിലിരിക്കുന്ന അലവി സഖാഫി പിടിച്ചു. അത് മുണ്ടണ്ട, ആ ആയത്ത് പറഞ്ഞാൽ കുടുങ്ങും. എന്താ കാരണം എന്നറിയോ? 2 കാരണമുണ്ട് അതിന്. അതോടുകൂടി പിന്നെ മുജാഹിദീങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധപ്പെടുത്തൽ നിന്നു. 2 കാരണമുണ്ട് അവിടെ. ഒന്നാമത്തെ കാരണം, മക്കയിലെ മുശ്രിക്കിനേക്കാൾ വലിയ ശിർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എന്തിനാ അവിടെ വിശദീകരിക്കാൻ വകുപ്പുണ്ടായി കൊടുക്കുന്നത് എന്ന നിലക്ക് അലവി സഖാഫി കൈ പിടിച്ചത്. ഇത് സബീന കിതാബാണ്, 366 വക. ഇത് പണ്ട് തള്ളിയല്ലോ വലപ്പുഴ വെച്ചിട്ട്. അലവി സഖാഫിനെ വിളിച്ചുകൊണ്ട് വരണം, ഇത് ശരിയാണോ സഹീഹാണോ. അന്ന് പോയതാ, 7 കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾ സഹീഹാക്കിയ 5-6 ഉണ്ട്, ബാക്കി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞിട്ട് പരിശോധിച്ചോന്നും കൂടി ഇനി സഖാഫി വരുമ്പോൾ എന്ത് ചെയ്യണം? ചോദിക്കണം. ഇതിൽ മമ്പുറം മൗലിദുണ്ട്. മമ്പുറം മൗലിദ്. ആ മമ്പുറം മൗലിദിൽ സയ്യിദ് അലവി തങ്ങളുടെ കറാമത്ത് പറയാണ്. എന്താണ് ആ കറാമത്ത്? അതൊന്ന് കേട്ടോളൂ. കറാമത്ത് വിശദീകരിക്കുകയാണ്. ഇതിൻ്റെ പേജ് നമ്പർ 344. അതിൽ വിശദീകരിക്കുന്നു, ഒമിൻ കറാമാതിഹി അൽ മശ്ഹൂറ, മമ്പുറം തങ്ങളുടെ മശ്ഹൂറായ പ്രസിദ്ധമായ കറാമത്തുകളിൽപ്പെട്ടതാണ് അന്നഹു അമറ ദാത്ത യൗമിൻ ബിഇസ്റാജിൽ മിസ്ബാഹി വറബ്തിഹി അലാ ഷജറത്തിൻ ഫീ ഫിനായിഹി. ഒരു ദിവസം മമ്പുറം തങ്ങൾ കൂടെയുള്ള മുരീദന്മാരോട് കുറച്ച് പന്തം കത്തിച്ചിട്ട് ആ മമ്പറത്തുള്ള അവർ താമസിക്കുന്ന ഭാഗത്തുള്ള മുറ്റത്തുള്ള മരത്തിൻ്റെ കൊമ്പുകളിൽ പന്തം കെട്ടി തൂക്കാൻ കൽപ്പിച്ചു. ആര്? മമ്പുറം തങ്ങൾ. ഫഫഅല ദാലിക ഖുദ്ദാമുഹു. അവിടെ കുറേ ഖാദിമീങ്ങളുണ്ട്. ആ ഖാദിമുകൾ അത് ചെയ്യുകയും ചെയ്തു. മുസ്രിഅൻ, വളരെ പെട്ടെന്ന്. ബിശിദ്ദത്തി ഖുവാഹു തുമ്മ ബഅദ മുളി അയ്യാമിൻ. കുറച്ച് ദിവസം കഴിഞ്ഞു. ഈ ഖാദിമീങ്ങൾക്കറിയില്ല മമ്പുറം തങ്ങൾ ഇത് എന്തിനാ പറഞ്ഞതെന്ന്. അവർ ഷെയ്ഖ് പറഞ്ഞു, അതേപോലെ ചെയ്തു, അത്രമാത്രം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത്താ ഇലൈഹി റിജാലും മിനൽ അറബ്, അറേബ്യയിൽ നിന്ന് കുറച്ച് ആളുകൾ വരികയാണ്. റാജീന ശദാഹു വഹും അസ്ഹാബു ഫുൽകിൻ ദഹബ ഫീ ബഹരിൻ ശദീദിൻ ദുജാഹു ഫഖാലു ദഹബ ഫുൽകുനാ ഫീ ബഹരിൻ മുളിമിൻ. ആ ആളുകൾ വന്നിട്ട് പറയാണ്, ഞങ്ങളിങ്ങനെ അറേബ്യൻ രാജ്യത്ത് നിന്ന് വരുന്നവരാണ്. ഞങ്ങൾ കടലിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ യാത്ര വഴിമുട്ടിപ്പോയി, ആകെ ഇരുൾമുറ്റിയ സ്ഥലത്തെത്തി, എങ്ങോട്ടോ പോകേണ്ടതെന്ന് അറിയാതെയായി. അങ്ങനെ ഞങ്ങൾ ഫീ ബഹരിൻ മുളിമിൻ, ഇരുൾ നിറഞ്ഞ കടലിൽ ഞങ്ങൾ എത്തിപ്പെട്ടപ്പോൾ വഅശ്റഖ്ന അലൽ ഹലാക്കി, ഞങ്ങൾ മുങ്ങി നശിക്കാരായി. ഫനാദൈന, അപ്പോൾ ഞങ്ങൾ വിളിച്ചു. എവിടുന്ന്? നടുക്കടലിൽ നിന്ന്.
ഈ വന്ന ആളുകൾ നടുക്കടലിൽ നിന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഫനാദൈനാ ഗൈസം മുഗീസ, ഞങ്ങളെ സഹായിക്കണേ. മുഗീസൻ ലിമൻ ദആഹു, പ്രാർത്ഥിച്ചാൽ സഹായിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ. ഫൈദാ റഅയ്നാ നാറാ, അപ്പണ്ട് ഇങ്ങനെ കരക്ക് കുറേ പന്തങ്ങൾ ഇങ്ങനെ തീയായിട്ട് ഇങ്ങനെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. മുശഅലതൻ ഫീ ജിഹത്തിൻ ഫസയ്യർനൽ ഫുൽക ഇലൈഹാ, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കപ്പലിൽ അങ്ങോട്ട് തിരിച്ചു. ഇപ്പം എന്താ ഉണ്ടായത്? ഇത് മൗലിദ് കിതാബ നിഷേധിക്കാൻ കഴിയില്ല. മമ്പുറം തങ്ങളെ പറ്റി എഴുതി വെച്ചതാ. ഞാൻ അലവി സഖാഫി വരികയാണെങ്കിൽ ചിലപ്പം പറയുന്നത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയും. ഉപ്പര പണി അങ്ങനെയാണ്. പറ്റാത്തത് എന്ത് കണ്ടാലും അതൊക്കെ മുജാഹിദീങ്ങളെ വകയാണെന്നാ പിന്നെ പറയാം. ഇവിടെ എന്താ മനസ്സിലായത്? നടുക്കടലിൽ എത്തിയപ്പോൾ ആ മമ്പുറം തങ്ങളെ ആളുകൾ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ വിളിച്ചു. ഫനാദൈനാ ഗൈസം മുഗീസൻ ലിമൻ ദആഹു, വിളിച്ചാൽ ഉത്തരം നൽകുന്ന മനുഷ്യരെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് മമ്പുറം തങ്ങളെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അവിടെ ലേറ്റ് കണ്ടത്. ആ വിളി ആര് കേട്ടു? മമ്പുറം തങ്ങൾ കേട്ടു. അതാ പഠിപ്പിക്കുന്നത്. അപ്പം കടലിൽ കുടുങ്ങി എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആളുകളെ വിളിക്കണം. അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ച ഈ ആളുകളുടെ ശിർക്കാണോ വലുത്, അതോ മക്കത്തെ മുശ്രിക്കിന് ശിർക്കാ വലുത്? അതാ അലവി സഖാഫി പിടിച്ചത്. ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടി വന്നത്? ആ ചങ്ങായി ഇത് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് അലവി സഖാഫിക്ക് ആദ്യം അറിയാം, അതുകൊണ്ടാണ് പിന്നിന്ന് കൈ പിടിച്ചത്. പക്ഷെ പറഞ്ഞു പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രണ്ടാമത്തൊരു കാരണമുണ്ട് പിടിച്ചു വെക്കാൻ. അതെന്താണെന്നറിയോ? വേറെ ചില സ്ഥലങ്ങളിൽ ഇവർ പറയാറുണ്ട് മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അങ്ങനെ അള്ളാഹനെ വിശ്വാസമൊന്നുമില്ല, ഓല അള്ളാഹനെ വിളിക്കലുമില്ല, അള്ളാഹിനോട് പ്രാർത്ഥിക്കലുമില്ല എന്ന് പറഞ്ഞു. ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കടവത്തൂർ വെച്ചുകൊണ്ട് ഞാനും ഫൈസൽ മുസ്ലിയാരും ഉണ്ടായിരുന്നൊരു മുഖാമുഖത്തിൽ ഒരു മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആയത്ത് എടുത്തിട്ട് കൊടുത്തു, ഈ ആയത്തുകളൊക്കെ. അപ്പം അവർ പറഞ്ഞു അത് ആ അള്ളയല്ല, അത് വേറെ അള്ളയാണ്. പലപ്പോഴും സമൂഹം ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ അലവി സഖാഫിയെ പോലെയുള്ള ആളുകൾ, ഈ മുസ്ലിയാക്കന്മാരൊക്കെ എന്താ പറയാറുള്ളത്? അവർ വിളിച്ചിരുന്നത് വേറെ അള്ളാനെയാണ്, വേറെ അള്ളാനെയാണ്. ഈ ആയത്ത് ഓതിയിട്ട് അള്ളാനെ ആത്മാർത്ഥമായി വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ള കരക്കടുപ്പിച്ചപ്പോൾ രക്ഷിച്ചപ്പോൾ എന്ന് പറഞ്ഞ അപ്പോൾ ആ അള്ളനെ ഉത്തരം കൊടുത്തത് കുടുങ്ങിപ്പോകും. അപ്പം പിടിച്ചു കഴിയുമൻ അഹ്സനിൻ്റെ ആര്? അലവി സഖാഫി. ഇതുകൊണ്ടൊക്കെ തന്നെ CD ഇറങ്ങാത്തത് മനസ്സിലായി നിങ്ങൾക്ക്? ഇതിൻ്റെ പേരാണ് ആദർശ പാപ്പരത്വം. അതിനാവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. സത്യസന്ധമായി വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ സമൂഹത്തെ ഓതിക്കൽപ്പിച്ച് ഇതാ ഈ ആയത്ത് ഇന്നത് പറയുന്നു എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്താൽ എന്താ പറ്റാൻ പോകുന്നത്? അതിന് പകരം ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ മോശമാക്കാനും കൊച്ചാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കൊന്ന് പരിശോധിക്കുക, മക്കത്തെ മുശ്രിക്കീങ്ങളുടെ സ്വഭാവം ആർക്കാണുള്ളത് ഒന്ന് പരിശോധിക്കണമല്ലോ. കാരണം ഒരു മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ ഗുളിക കഴിക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഗ്യാസ് മാറാ ഗുളിക ഒപ്പം കഴിക്കേണ്ടി വരും. ചില സൂക്കടകൾ അങ്ങനെയാണ്. അപ്പോൾ അത് മാറുള്ളൂ. ആർക്കാ മക്കത്തെ മുശ്രിക്കിൻ്റെ സ്വഭാവം? ഒന്ന് പിടിച്ചോളൂ, മരിച്ചുപോയ ഇബ്രാഹിം നബി, മരിച്ചുപോയ ഇസ്മായിൽ നബി, ലാത്ത വലിയാണ്, ബുഖാരിയിൽ വന്ന ഹദീസ. അവരെ നിങ്ങൾ എന്തിന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ മറുപടി എന്താ? ഇബ്രാഹിം നബി അള്ളാഹു ആണ് എന്നാ? ഇബ്രാഹിം നബി റബ്ബാണ് എന്നാ? അല്ല. അവർ ഞങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ശുപാർശകരാകുന്നു. മക്കത്തെ മുശ്രിക്കിന്റെ മറുപടിയാണ്. അള്ളാഹുവിന്റെ കലാമിലൂടെ റബ്ബാണ് പഠിപ്പിക്കുന്നത്. ഈ നാട്ടിലെ ആളുകളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അവരെ വിളിക്കുന്നത്? അവർ ഞങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. മക്കത്തെ മുശ്രിക്കിന്റെ ഒരു സ്വഭാവം ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങളിലൂടെ പറയാണ്ട്. രണ്ട്, മക്കത്തെ മുശ്രിക്കിനോട് ചോദിക്കുക, നീ എന്തിനാ ഈ മരിച്ചുപോയവരെ വെച്ച് പ്രാർത്ഥിക്കുന്നത്? അവർ ഞങ്ങളെ റബ്ബിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാകുന്നു. ഞങ്ങളെല്ലാം പാപികളാകുന്നു, ഞങ്ങളെല്ലാം ദോഷികളാകുന്നു. ഇനി നമ്മുടെ നാട്ടിലോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്? അവരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്ത വലിയ വലിയ സാദാത്യങ്ങളും അതുപോലെ അഖ്താബുകളും മജ്ദാബുകളും നുഖബാകളും വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലേ. ഞങ്ങൾ പാപം ചെയ്തവരാ, ആ റബ്ബിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് ഇവരെ വേണം. ആരെ വിശ്വാസ? മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം. രണ്ട്, മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയാണ്, നിങ്ങൾ തആലൗ ഇലാ മാ അൻസലല്ലാഹു വറസൂൽ, അള്ളാഹുവിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പ്രവാചകന് നൽകപ്പെട്ട വിശദീകരണങ്ങൾ ഖുർആൻ ഹദീസ് അതിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ? ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾ ഞങ്ങളുടെ വാപ്പമാരെ എങ്ങനെ കണ്ടോ ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്കത് മതി. അതാരുടെ സ്വഭാവ? മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവം. ഈ നാട്ടുകാരോട് ചോദിച്ചു നോക്കി നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനാ മതത്തിന്റെ പിൻബലമുള്ളത്, ഏതിനാ പ്രമാണമുള്ളത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? വാപ്പകാരണവന്മാരായി ചെയ്തു വരുന്ന ഈ ആചാരം എതിർക്കുകയോ
നിങ്ങളതിനെ നിഷേധിക്കുകയോ അതിനെ ചോദ്യം ചെയ്യുകയോ എന്ന് ചോദിച്ചുകൊണ്ട് വാപ്പകാരണവന്മാരെ തെളിവായി പറയുന്ന സ്വഭാവം ആർക്കാ? ഈ നാട്ടുകാർക്കുണ്ട്. ഈ നാട്ടുകാരേറെ ചങ്ങനംകുളത്തേരുന്നല്ല, മൊത്തത്തിൽ കേരളക്കരയിൽ ഈ ആദർശവുമായി നടക്കുന്ന ആളുകൾക്കുണ്ട്. ഇത് എവിടുന്ന് വന്നതാ? മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവമാണ്. അപ്പൊ ഇങ്ങനെ പരിശോധിച്ചാൽ സഹോദരന്മാരെ ഓരോന്ന് കിട്ടും. ഇനി കേട്ടോളൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖാതലല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇബ്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ഒരു നബി മരിച്ചാൽ ആ ഖബറിനെ ആരാധനാ സ്ഥലമാക്കി മാറ്റും, ആ ഖബറിനെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റും. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തെ നിങ്ങൾ ഖബറിനെ ആഘോഷ സ്ഥലമാക്കി മാറ്റരുത്, പ്രവാചകന്റെ നിർദ്ദേശമാണ്. അപ്പൊ ജൂതന്റെ സ്വഭാവം എണ്ണി പറഞ്ഞു, ഖബർ കെട്ടിപ്പൊക്കും അവർ. അതാരാ ചെയ്യുന്നത്? ഇന്ന് താൽക്കാലികമായി ഞാൻ ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ. മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവത്തോട് ഉപമിക്കാൻ ഓരോരോ വിഷയങ്ങളുമായി നമ്മൾ ഇറങ്ങി പുറപ്പെട്ട ഒന്നിലും രണ്ടിലും മൂന്നിലും ഒന്നും നിൽക്കൂല. പക്ഷെ അത് പറയാനല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ജനങ്ങളോട് ദീന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ സാധാരണയായി എല്ലായിടത്തും പറയാറുള്ളതും ഇവിടെ സൂചിപ്പിച്ചു പോയതുമായ ഒന്നാണ് ഈ വഹാബികൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? നജിദിലെ ശൈത്താന്റെ കൊമ്പ് മുളക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ ആ നാട്ടിലെ ആളുടെ അനുയായികളാണ് വഹാബികൾ. ആദ്യം മനസ്സിലാക്കി, ഞങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തി ഞങ്ങളുടെ ഒരു ആത്മീയ നേതാവാണ് എന്നോ അദ്ദേഹം എന്തു പറഞ്ഞോ അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ച് ഒപ്പം കൂടുന്നു എന്നോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാ. ആ വ്യക്തിയോടുള്ള നിങ്ങൾക്കൊരു എതിർപ്പുണ്ട്. കാരണം മക്ക രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ തുർക്കികളുടെ ഉസ്മാനിയാക്കളുടെ ഭരണം നടന്നിരുന്ന കാലഘട്ടത്തിൽ അവിടെ ആരാധിക്കപ്പെട്ട ഖബറുകളുണ്ടായിരുന്നു. അതെല്ലാം പിൽക്കാലത്ത് പൊളിക്കപ്പെട്ടു. ഇസ്ലാമിൻ്റെ തൗഹീദ് അവിടെ വന്നപ്പോൾ അതൊരു സത്യം തന്നെയാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പലരോടും വെറുപ്പുണ്ട്. അപ്പോൾ ആ വെറുപ്പ് ഇന്ന് പല ആളുകളിലും നിങ്ങൾ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു പല ഭാഷകളിലൂടെ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാണ്ട് ഇവരൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാ? നജിദിൽ ജനിച്ച ശൈത്താൻ്റെ കൊമ്പാണ്. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാ. ഇതും വിവരമില്ലായ്മയാണ്, വിവരക്കേട് കൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നജിദിൽ ജനിച്ച പിശാചിൻ്റെ കൊമ്പാണ്, ആ മുഹമ്മദിൻ്റെ അനുയായികളാണ് വഹാബികൾ എന്ന് പല ആളുകളും പ്രചരിപ്പിക്കുന്നു. സത്യം, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാർ മനസ്സിലാക്കുക. എന്താ അവിടെ നജിദ് എന്ന് പറഞ്ഞാൽ? ഈ വന്ന് പ്രസംഗിക്കുന്ന ആളുകൾക്ക് നജിദും അറിയില്ല, ശൈത്താൻ്റെ കൊമ്പും അറിയില്ല, അവർക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വഹാബികളുമായി കൂടിയിരിക്കുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് യമനിന് വേണ്ടി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി യമൻ, ഷാമിന് വേണ്ടി പ്രാർത്ഥിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പലതിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, പ്രവാചകരെ നജിദിനു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നജിദിന് ഞാൻ പ്രാർത്ഥിക്കൂല. കാരണം എന്താണ്? അവിടെയാണ് സൽസലകളുള്ളത്, അവിടെയാണ് പിശാചിനെ കൊമ്പുദിക്കുന്നത്. നജിദ് എന്ന് പറഞ്ഞാൽ ഇന്ന് സൗദി അറേബ്യയിൽ റിയാദ് ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗങ്ങൾക്കാണ് നജിദ് എന്ന് പറയാം. മക്ക മദീന ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾക്ക് അന്ന് ഹിജാസി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതാണ് ഈ നജിദ്? ഒരു നജിദ് സൗദി അറേബ്യയുള്ള നജിദ്. പ്രവാചകൻ പറഞ്ഞ നജിദ് ഏതാ? ഇതൊന്നും അറിയാതെയാണ് അന്ധമായി, ഞാൻ പറഞ്ഞല്ലോ മുജാഹിദുകളെ അങ്ങോട്ട് അമർത്തി വെക്കണം. അതിനെന്താ പണി? എന്ത് കളവ് പറഞ്ഞാലും കുഴപ്പമില്ല, അറിയാത്തത് വിളിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല, അതെല്ലാം കേട്ടു നിൽക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യും എന്ന ധാരണയോട് കൂടിയാണ് ഇവരത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഏതാ സഹോദരന്മാർ ഈ നജിദ്? പ്രവാചകൻ പറഞ്ഞു, അവിടെ സൽസലകൾ ഉണ്ടാകും, അവിടെ ഫിത്നകൾ ഉണ്ടാകും, അവിടെ പിശാചിനെ കൊമ്പുദിക്കും. ഏതായി നജിദ്? ഇത് വിശദീകരിക്കേണ്ടത് ഞാനല്ല, നിങ്ങളല്ല, മറിച്ച് ഈ ഹദീസ് കണ്ട് പഠിച്ച പണ്ഡിതന്മാർ അവരത് വിശദീകരിക്കട്ടെ. ഫത്ഹുൽ ബാരിയിൽ കാണാം, ഖാല ഇബ്നു അബ്ദുൽ ബർ അൽ ഇറാഖ്. ഈ നജിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇറാഖ് എന്ന പ്രദേശമാണ്. ഇറാഖ് എവിടെ? സൗദി അറേബ്യയിലല്ല. സൗദി അറേബ്യയിൽ നജിദ് എന്ന പേരുള്ള സ്ഥലമുണ്ട്, ശരിയാണ്. ആ നജിദ് അല്ല ഇവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചത്, മറിച്ച് അത് ഇറാഖാണ്. ഇനി കേട്ടോ,
ഫഅഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അൻ ഇഖ്ബാലിൽ ഫിത്നി മിൻ നാഹിയത്തിൽ മശ്രിഖി, കിഴക്ക് ഭാഗത്ത് നിന്ന് ഫിത്നകൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വകദാലിക അക്സറുൽ ഫിത്നതി മിനൽ മശ്രിഖി ഇൻ ബഅസ, പ്രവാചകൻ പറഞ്ഞതുപോലെ അധിക ഫിത്നകളും ഉണ്ടായത് കിഴക്ക് ഭാഗത്ത് നിന്നാണ്. വബിഹാ കാനത്ത് നഹ്വൽ ജമൽ, അവിടെയാണ് ജമൽ യുദ്ധം ഉണ്ടായത്. സിഫീൻ യുദ്ധം ഉണ്ടായത്. വഖത്തുൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു കൊലപാതകം നടന്നത്. വഗൈറു ദാലിക മിനൽ മത്ലൂബി ദിക്റുഹു, പറയപ്പെടാവുന്ന പലതും നടന്നത് ഈ കിഴക്ക് ഭാഗത്താണ്. മിമ്മാ കാന ബഅദ ദാലിക മിനൽ ഫിത്നി ബിൽ ഇറാഖ് വ ഖുറാസാൻ ഇലൽ യൗം, ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഖ് അത് എഴുതുന്ന കാലഘട്ടം വരെ ഖുറാസാൻ, ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫിത്നകളും അന്ന് പ്രവാചകൻ പറഞ്ഞതാണ്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നജ്ദ് ഏതാ? അതാകുന്നു ഇറാഖ്. അത് ഈ നജ്ദ് അല്ല. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊരു പണ്ഡിതൻ കിർമാനി, ഫതുഹുൽ ബാരിക്ക് ഇബ്നു ഹജറിനെ പോലെ വിശദീകരണം എഴുതിയ മറ്റൊരു പണ്ഡിതനാണ് കിർമാനി. ആ കിർമാനി പറയുന്നു, അദ്ദേഹത്തിൻ്റെ ശറഹുൽ ബുഖാരിയുണ്ട്, 24-ാം വാള്യം 168-ാമത്തെ പേജിൽ പറയുകയാണ്, ഒമൻ കാന ബിൽ മദീനത്തി ത്വയ്യിബ, ഒരു വ്യക്തി മദീനയിലാണെങ്കിൽ, കാന നജ്ദ്, ആ വ്യക്തിയുടെ നജ്ദ് ബാദിയത്തുൽ ഇറാഖ്, അത് ഇറാഖിൻ്റെ പ്രദേശങ്ങളാണ്. വഹിയ മശ്രിഖു അഹ്ലിഹാ, അത് മദീനക്കാരുടെ കിഴക്ക് ഭാഗത്താണ്. അതുകൊണ്ടാണ് റസൂല് നജ്ദ് എന്ന് പറഞ്ഞിട്ട് കിഴക്കോട്ട് ചൂണ്ടിക്കാണിച്ചത്. അത് ഇന്ന് റിയാദ് ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച ദിർഇയ ഉൾക്കൊള്ളുന്ന ആ നജ്ദിയൻ പ്രദേശങ്ങളല്ല. അവ ഫിത്നകൾ പുറപ്പെടുന്ന, കലഹങ്ങൾ ഉണ്ടാകുന്ന, ഒരുപാട് സംഭവ ബഹുലമായ ചരിത്രങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ആ നജ്ദ് ഏതാണ് എന്ന്, ഈ നജ്ദ് ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ ശറഹ് എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളാണ് ഇവിടെ വന്നുകൊണ്ട് കളവ് പറയുന്നത്. അതൊക്കെ സൂക്ഷിക്കണം. അള്ളാൻ്റെ കോടതി ഉണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോരല്ലോ. ഇനി ആ വർത്തമാനം പറയരുത്, നജ്ദിലെ ശൈത്താന്റെ കൊമ്പ് അത് ഈ നജ്ദ് അല്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇമാം ഖത്താബി പറയാണ്, നജ്ദ് മിൻ ജിഹത്തിൽ മശ്രിഖി വമൻ കാന ബിൽ മദീനതി കാന നജ്ദുഹു ബാദിയത്തുൽ ഇറാഖ് വനവാഹിഹാ വഹിയ മശ്രിഖു അഹ്ലിഹാ, മദീനക്കാരുടെ കിഴക്ക് ഭാഗത്തുള്ള ഇറാഖ് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നജ്ദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ നജ്ദ്. പിന്നെ ഇനി മുജാഹിദുകൾ അതിൻ്റെ പിൻഗാമികളാണ്, അല്ലെങ്കിൽ ശൈത്താൻ്റെ കൊമ്പിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് ഈ നാട്ടുകാരായ സാധാരണക്കാർ മനസ്സിലാക്കുക. ഇനി സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ഫൈസൽ അഹ്സനി പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം തുടങ്ങിയത്, ഇവിടെ ഒരുപാട് ആളുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു. പ്രത്യേകിച്ചും ജിന്ന് മുജാഹിദുകളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വാദം ഉന്നയിക്കുന്നത്. ഇനി പേരുകൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തോന്നിയാലോ ഞങ്ങളാണ് അഹ്ലു സുന്നത്തിൻ്റെ ആൾക്കാരെന്ന്, അൽഹംദുലില്ലാ, അത് മതി. പേര് നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞു, ജിന്ന് എന്നോ മലക്ക് എന്നോ, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ മേത്തേക്ക് തട്ടാൻ പോകുന്നില്ല, ഞാൻ അതിന് മറുപടി പറയാൻ വരുന്നുമില്ല. ആ കാലം കഴിഞ്ഞു. അത് പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ജിന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജിന്നുമ കൂടും, ഇതൊക്കെ വിട്ടോളും എന്ന് ആരും കരുതും വേണ്ട. അതിൻ്റെ പിന്നാലെ ഞാൻ ഏതായാലും പോകുന്നില്ല. ഇവിടെ എന്താ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിക വിശ്വാസങ്ങളും കർമ്മങ്ങളും ആ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ച സ്വഹാബികൾ അവർ മനസ്സിലാക്കിയ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും, അതാണ് സമസ്തക്കാരായ ഞങ്ങൾ 1400 കൊല്ലമായി ഇങ്ങനെ ആവർത്തിച്ച് വന്ന് ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം സ്വഹാബത്തിൻ്റെ വിശ്വാസമാണ്, ഞങ്ങളുടെ വിശ്വാസം പ്രവാചകൻ്റെ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് തെളിവായിട്ട് അദ്ദേഹം ഹദീസും പറഞ്ഞു, മാക്കാന അലൈഹി അൽ യൗമ അനവാ സുഹാബി, ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന പാത എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. അവരാണ് സുന്നത്തി ജമാഅത്ത്, അവരാണ് സമസ്ത. ഇതിൽ ഒരു ഖൈറുണ്ട് കേട്ടോ. മാക്കാന അലൈഹി അൽ യൗമ അനവാ സുഹാബി എന്നുള്ള ഹദീസൊന്നും മൂല്യന്മാർ പറയാറില്ല. ആ ശൈഖുന പറഞ്ഞു, ഈ ഹോജ പറഞ്ഞു, ആ ഹോജ പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ കുറേ മനസ്സിലാക്കിയപ്പോൾ തോന്നി, ഇനിയിപ്പോൾ അതൊന്നും പറയാണ്ട് രക്ഷയില്ല. അങ്ങനെയൊക്കെ പറയണം, സ്വഹാബത്തിൻ്റെ മാർഗത്തിലാണ് ഞങ്ങളും എന്നൊക്കെ പറയണം എന്ന് സ്വയം തോന്നിയത് കൊണ്ടായിരിക്കാം. അൽഹംദുലില്ലാ, വലിയ മാറ്റം തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞു, എന്ത്? മാ അന അലൈഹിൽ യൗമ അന വ സുഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട പാത ഏതാണോ ആ പാതയിൽ നിലക്കൊള്ളുന്നവരാണ് ഹക്കിൻ്റെ ഭാഗത്ത്. അത് ഇവിടെ സമസ്തക്കാർ മാത്രമേ ഉള്ളൂ. ജിന്ന് വിഭാഗം മുജാഹിദുകൾ അത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർക്കതിന് അർഹതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.
പരിശോധിക്കാം. ഓരോന്നോരോന്ന് സബൂറായിട്ടിരിക്കുക. എന്താ മാക്കാൻ ആലഹിൽ യോമാന സുഹാബി എന്ന് പറഞ്ഞ മൂല്യരുണ്ടാക്കിയത് എന്നാ ആണോ? മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്ന് ഞങ്ങൾ കൂടി ആലോചിച്ച് സഹീഹാക്കിയത് എന്നാ? അങ്ങനെയല്ലോ മുഹദ്ദിമാലിനെ പറ്റി പറഞ്ഞത്. ചിലതിനെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെയാണോ? അതാ മാക്കാൻ ആലഹി അൽ യൗമാന സുഹാബി അല്ല. വിശ്വാസം പ്രവാചകന് പഠിപ്പിച്ചു, കർമ്മം പ്രവാചകന് പഠിപ്പിച്ചു, ആചാരം പ്രവാചകന് പഠിപ്പിച്ചു, അനുഷ്ഠാനം പ്രവാചകന് പഠിപ്പിച്ചു. അതെന്താണോ അതാണ് അസ്സുന്ന. ആ പ്രവാചകനിൽ നിന്ന് സ്വഹാബത്ത് കേട്ടു, സ്വഹാബത്ത് കണ്ടു, സ്വഹാബത്ത് പ്രവർത്തിച്ചു, സ്വഹാബത്ത് വിശ്വസിച്ചു. അതാണ് അൽ ജമാഅ. ആ പ്രവാചകനെയും ആ സ്വഹാബത്തിനെയും പിൻപറ്റിയാലോ അവനാരായി? അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. എന്നിട്ട് അഹ്സൻ ഇവിടെ പറഞ്ഞ എന്താ? ഉപരി പറയാ ഖുതുബയുടെ ഭാഷ അതിന് ഒന്നാമത്തെ തെളിവാണ്. ഞങ്ങളാണ് അഹ്ലു സുന്നയുടെ ആളുകൾ എന്ന് പറയാൻ ഒന്നാമത്തെ തെളിവെന്താണ്? ഖുതുബയുടെ ഭാഷ. പ്രവാചകൻ അറബിയിലല്ലേ ഖുതുബ പറഞ്ഞത്? സ്വഹാബത്ത് അറബിയിലല്ലേ ഖുതുബ പറഞ്ഞത്? ആ മാർഗത്തിൽ നിന്ന് ആരാ ഉള്ളത്? സമസ്തക്കാരായ ഞങ്ങൾ മുജാഹിദുകളോ അത് മലയാളത്തിലാക്കി. വയല് കാട്ടാ തോന്നും റസൂൽ ഖുതുബ അല്ലാത്തതൊക്കെ മലയാളത്തിലാണ് പറഞ്ഞിരുന്നത്. റസൂൽ ഖുതുബ മാത്രം അറബിയിലും ബാക്കിയുള്ളതൊക്കെ മലയാളത്തിലായിരുന്നോ പറഞ്ഞിരുന്നത്? അല്ല. സുഹൃത്തുക്കളെ, അവിടെ ഒരു തത്വമുണ്ട്. ആ തത്വം എന്താണെന്നറിയോ? ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ സമൂഹത്തിലേക്ക് നാം നിയോഗിച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ സമൂഹത്തിന്റെ ഭാഷയിലല്ലാതെ. എന്തുകൊണ്ടാണ് ഖുർആൻ അറബിയിൽ ഇറങ്ങിയത്? ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അതെന്തിനാണ് അങ്ങനെ ഇറങ്ങിയത്? ആ നാട്ടിൽ അറബി ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ഉൾക്കൊള്ളുന്ന അഖിലേന്ത്യാ സമസ്ത ഉണ്ട്. ആ സമസ്തയുടെ കാര്യപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആളാണ് ആര്? ഈ AP അബൂബക്കർ മുസ്ലിയാർ. ആ അഖിലേന്ത്യാ സമസ്തയുടെ പ്രസിഡന്റാണ് ജുനൈദി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ബാംഗ്ലൂരിലുള്ളതാ. അദ്ദേഹം ഖുതുബ നടത്തുന്ന പള്ളിയുണ്ട് ബാംഗ്ലൂരിൽ. സൂപ്പർ ഉറുദുവിൽ ഖുതുബ കേൾക്കാം. ഓൽക്ക് സുന്നത്തെ മാത്തില്ല, സെക്രട്ടറിക്ക് സുന്നത്തുണ്ട്, പ്രസിഡന്റിന് സുന്നത്തില്ല. അങ്ങനെ ഉണ്ടോ? കേരളം വിട്ടാ സുന്നത്തില്ല, ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന സുന്നത്തുണ്ട്. അങ്ങനെയാണോ? ലോകത്ത് എല്ലായിടത്തും സുന്നത്ത് ഒന്നല്ലേ? ബാംഗ്ലൂരിൽ പോയാൽ ജുനൈദി നടത്തുന്ന പള്ളിയിൽ സുന്ദരമായ ഉറുദുവിൽ ഖുതുബ കേൾക്കാം. എന്തേ? ആ നാട്ടുകാർക്ക് മനസ്സിലാവുക അവരുടെ ഭാഷയാണ്. സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഖുതുബ മലയാളം ഭാഷയിൽ നടത്തുന്നത്? ഇസ്ലാം പഠിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഖുതുബ എന്ന് പറയുന്നത്. മതത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാനുള്ള ഒരു ഭാഗമാണ് ഖുതുബ എന്ന് പറയുന്നത്. ആ ഖുതുബ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. ആര് പറഞ്ഞു? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ. നിങ്ങൾ ഷാഫി മദ്ഹബാണല്ലോ, മുപ്പരുടെ ശതമാനമൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇത്ര ശതമാനം മാലിക്കി മദ്ഹബ്, ഇത്ര ശതമാനം ഹനഫി മദ്ഹബ്, ഇത്ര ശതമാനം ഹംബലി മദ്ഹബ്, കണക്കൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഷാഫി മദ്ഹബിൽ ഖുതുബ അറബിയിലേ ആകാവൂ എന്നാര് പറഞ്ഞു? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ എന്ത് പറഞ്ഞു? ഐ അർക്കാനുഹാ, അതായത് അതിൻ്റെ റുക്കുനുകൾ, ഹംദ്, സ്വലാത്ത്, വസിയ്യത്ത് തുടങ്ങി വഅദ് തുടങ്ങി വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, റുക്കുനുകൾ, അത് അറബിയിലായിരിക്കണം. ബാക്കിയുള്ള വഅദ്, ഉപദേശം, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. ആരെ പഠിപ്പിച്ചത്? തുടങ്ങിക്കോ. 10 കിതാബ്. ഇതെന്താണെന്നറിയോ? പള്ളി ദർസിൽ ആദ്യം മൗലവിമാർ ചൊല്ലിപ്പഠിക്കണ കിതാബാ. ഒരു 2 കൊല്ലത്തോളം മീസാനും സഞ്ചാനും അജ്നാസു സുഹറിയും അജ്നാസുൽ കുബ്രയും അവാമിലൊക്കെ പഠിച്ച് കുറച്ചൊക്കെ നഹ്വും സർഫും എനിക്ക് തിരിയുമെന്ന് മനസ്സിലായാൽ പിന്നെ പഠിപ്പിക്കുകയാണ് 10 കിതാബ്. അതിൽ കാണാം വതകൂനുൽ ഖുതുബതു ബലീഗതൻ, ഖുതുബ സാഹിത്യ സമ്പൂർണ്ണമായിരിക്കണം. വഖരീബം മിനൽ ഫഹ്മി, മനസ്സിലാകുന്നതും ആയിരിക്കണം. എൻ്റെ നാട്ടുകാരോട് സ്നേഹത്തോട് കൂടി ചോദിക്കാം, മൗലിയക്കന്മാരോടുള്ള ഭാഷ നാട്ടുകാരോടുണ്ടാവില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളെ. ഞങ്ങൾ തമ്മിൽ അങ്ങനെയെന്ന് വെച്ചാൽ മതി. നാട്ടുകാരോട് ആ ശൈലി ഞങ്ങൾക്കില്ല. നിങ്ങൾ ചോദിക്കീൻ, 10 കിതാബ് പള്ളി ദർസിൽ ഒന്നാമതായി മൊയ്ലിയാരുട്ടിമാർ നമ്മുടെ പെരേ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ പഠിച്ചു വളരുന്ന കിതാബാണിത്. എന്താ പറയുന്നത്? ഖുതുബ എന്തായിരിക്കണം? ഖരീബം മിനൽ ഫഹ്മി മായിലതൻ ഇലൽ ഖസ്രി, ചുരുങ്ങിയതും മനസ്സിലാകുന്നതുമായിരിക്കണം. ഈ നാട്ടുകാർക്ക് എത്ര ഖുതുബ മനസ്സിലായിട്ടുണ്ട്? കോടതി കയറിയിട്ട് ഇംഗ്ലീഷിൽ വക്കീലിൻ്റെ കേസ് കേട്ട് മടങ്ങിപ്പോകുന്ന പോലെ എല്ലാ വെള്ളിയാഴ്ചയും തിരിച്ചു പോരുക എന്നല്ലാണ്ട് എത്ര ഖുതുബയിലൂടെ ദീന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. ഇത് 10 കിതാബ് പറയുന്നത്. അവസാനിച്ചില്ല. ഇമാം നവവി ശറഹ് മുസ്ലിം അദ്ദേഹം പറയാണ് വഖൗലുഹു യഖറഉൽ ഖുർആൻ,
പ്രവാചകന്റെ ഖുതുബയെ സംബന്ധിച്ച് ഹദീസിലുണ്ട്. എന്താണ്? കാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബതാനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. പ്രവാചകന് 2 ഖുതുബകൾ ഉണ്ടായിരുന്നു. ആ 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കും, ഖുർആൻ ഓതും, വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധനം നടത്തും. അതിന്റെ വിശദീകരണത്തിൽ ഇമാം മുസ്ലിം വിശദീകരിക്കുകയാണ്, വഖൗലുഹു യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതുകയും ഉത്ബോധനം നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫീഹി ദലീലുൻ ലിശാഫിഈ, അതിൽ ഇമാം ഷാഫിക്ക് തെളിവുണ്ട്, അന്നഹു യുശ്തറതു ഫിൽ ഖുതുബത്തി അൽ വഅലു, ഖുതുബയിൽ വഅലു വേണം. നിങ്ങൾ വഅലു അറിയില്ലേ? ആ വഅലാണ്. വഅൽ എന്ന് പറഞ്ഞാൽ വഅൽ എന്നുണ്ടായതാ. വഅല യഅലു ഇലത്തുൻ, വഅല യഅലു ഇലത്തുൻ, ഉപദേശം. വയുദക്കിറുന്നാസ്, പ്രവാചകൻ ജനങ്ങളെ ഉത്ബോധനം നടത്താറുണ്ട് എന്ന ഇമാം മുസ്ലിമിന്റെ ഹദീസ് 862 ഹദീസ്. ആ ഹദീസിനെ വിശദീകരിക്കുകയാണ് ഇമാം നവവി. എന്ത് പറഞ്ഞിട്ട്? ഈ ഹദീസിൽ ഇമാം ഷാഫിക്ക് തെളിവുണ്ട്. എന്തൊരു തെളിവുണ്ട്? ഖുതുബയിൽ വഅദ് ഉണ്ടാകണം. ഇങ്ങനെ നിങ്ങൾ വഅദ് പറയല്, അങ്ങാടിയിൽ വഅദ് പറയലില്ലേ? ആ വഅദാണ് ഖുതുബ, ഉപദേശം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നിട്ട് കേട്ടോ, വഖാല ശാഫിഈ, ഇമാം ഷാഫിഈ പറയുന്നു, ലാ യസിഹുൽ ഖുതുബതാനി ഇല്ലാ ബിഹംദില്ലാഹി തആല വസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹിമാ വൽ വഅലു. ഖുതുബ സ്വഹീഹാകണമെങ്കിൽ ഹംദ് വരണം, സ്വലാത്ത് വരണം, ഒപ്പം അവസാനം വഅലും വരണം. ആ വഅൽ എന്തിനാ വഅൽ പറയല്? നാട്ടുകാർക്ക് മനസ്സിലാകാൻ, ദീന് പഠിക്കാൻ. അപ്പം ഷാഫി മദ്ഹബിൻ്റെ കൂടെ ആരാളുള്ളത്? ഞങ്ങളാണ്. പ്രവാചകൻ നടത്തി ഏതെങ്കിലും ഖുതുബ സ്വഹാബികൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടോ? ഉസ്താദ് നടത്തി ഏതെങ്കിലും ഖുതുബ നിങ്ങൾക്ക് മനസ്സിലായി പോയിട്ടുണ്ടോ? എന്താ വ്യത്യാസം? അപ്പോൾ ആരാ സ്വഹാബത്തിൻ്റെ മാർഗത്തിൽ? സ്വഹാബത്തിന് ഖുതുബ മനസ്സിലായി, നിങ്ങൾക്ക് ഖുതുബ മനസ്സിലായില്ല. എന്തേ കാരണം? ഈ ഉസ്താദുമാർ തന്നെയാണ്. അവസാനിച്ചില്ല, ഇനി കേട്ടോളൂ. ശറഹു മുസ്ലിം, വഫീ ഹാദിഹിൽ അഹാദീസി ഐലം ജവാസുൽ കലാമി ഫിൽ ഖുതുബത്തി, ഖുതുബയിൽ സംസാരിക്കാം എന്നതിന് ഈ ഹദീസ് തെളിവാണ്. ലിഹാജത്തിൻ, ഒരു ആവശ്യത്തിന് ഖുതുബയിൽ സംസാരിക്കാം. എന്തിനാ സംസാരിക്കുന്നത്? ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാകാൻ. ഇത് ഏതിൻ്റെ വിശദീകരണം എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുമ്പോൾ ഒരാൾ കയറി വന്ന്, ഒരു സ്വഹാബി, അദ്ദേഹം നേരെ ഇരുന്നു, അവിടെ സുന്നത്ത് നിസ്കരിച്ചില്ല. പ്രവാചകൻ ചോദിച്ചു, നീ നമസ്കരിച്ചോ? മിമ്പറുമെന്നാ ചോദിക്കണത്, ഖുതുബ ബാത്തിലായതല്ല, അത് ചോദ്യമാണ്, സംസാരമാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല. എങ്കിൽ ഖും, എണീക്ക്, ഫസ്വല്ലി റക്അത്തൈനി, 2 റക്അത്ത് നമസ്കരിക്ക്, സുമ്മ ജ്ലിസ്, എന്നിട്ട് ഇരിക്ക്. എന്തായത്? സംസാരം നടക്കുക. അതാണ് ഖുതുബ എന്ന് പറഞ്ഞാൽ. ഖുതുബക്കിടയിൽ ചിലപ്പോൾ സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കുകയും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതല്ല, നിന്റെ മേക്കിട്ട് തരണ്ട. ഇമാം നവവി പറയുന്നു, ശറഹു മുസ്ലിം, വഫീ ഹാദിഹിൽ ഹദീസി ഐദൻ ജവാസുൽ കലാമി ഫിൽ ഖുതുബത്തി ലിഹാജ, ആവശ്യത്തിന് സംസാരിക്കാമെന്ന് ഇതിൽ തെളിവുണ്ട്. ഖത്തീബിനും സംസാരിക്കാൻ അനുവദനീയമാണ്, കേൾക്കുന്നവർക്കും സംസാരിക്കൽ അനുവദനീയമാണ്. എന്താ കാരണം? പ്രവാചകൻ സംസാരിച്ചു, വന്ന സ്വഹാബി മറുപടി പറഞ്ഞു, വീണ്ടും പ്രവാചകൻ സംസാരിച്ചു, സ്വഹാബി വീണ്ടും മറുപടി പറഞ്ഞു. ഇങ്ങനെ പണ്ഡിതന്മാർ തെളിവെടുക്കുക. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് ബടായി വിട്ടിട്ട് അത് ഹറാമാണ്, ഇത് പാടില്ലാത്തതാണ്, അത് വഹാബികളാണ് എന്ന് പറഞ്ഞ് ബടായി വിട്ട് പോകലല്ല. ഇമാം നവവി വിശദീകരിക്കുന്നത്. നിങ്ങൾ മറുപടി പറയുമ്പോൾ എനിക്ക് പറയണ്ട, ഇമാം നവവിക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി കേട്ടോളൂ, വഫീഹാ, ഖുതുബയിൽ വേണം അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കൽ, വൽ ഇർശാദു ഇലൽ മസാലിഹി ഫീ കുല്ലി ഹാലിൻ വ മൗതിനിൻ, സമയവും സന്ദർഭവും പരിശോധിച്ചുകൊണ്ട് ആവശ്യത്തിന് അനുസൃതമായ ഉപദേശങ്ങൾ ആളുകൾക്ക് നൽകൽ ഖുതുബയിൽ ആവശ്യമാണ്. ആര് പറഞ്ഞു? 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആരുടെ കൂടെയാ? ഇമാം നവവിൻ്റെ കൂടെ. ഞങ്ങൾ ആരുടെ കൂടെയാ? ഇമാം ഷാഫിൻ്റെ കൂടെ. ഞങ്ങൾ ആരുടെ കൂടെയാ? സ്വഹാബത്തിൻ്റെ കൂടെ. കാരണം ഖുതുബ മനസ്സിലായ ടീമിൻ്റെ കൂടെ. നിങ്ങളോ? നിങ്ങൾ പറയും, 30 കൊല്ലമായില്ല ഖുതുബയാക്കാൻ തുടങ്ങിയിട്ട്, 35 കൊല്ലമായില്ല ഖുതുബയാക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഷെറ് കൂടി ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ അവസാനം എന്തായി? തറമ്മറങ്ങിയിട്ടൊരു പ്രസംഗം ഖുതുബ കഴിഞ്ഞിട്ട് 3 ഖുതുബയായി. നിങ്ങൾ പറയും, പ്രവാചകന് സ്വഹാബികൾ മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് എത്ര മലയാളത്തിൽ ഖുതുബ പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്? ഇതൊക്കെ നാട്ടുകാർ ചോദിക്കണ്ടേ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ഒരു വീടുണ്ടാക്കുമ്പോൾ അരശുവാണോ മലബാറുവാണോ ചെറ്റിനാടുവാണോ സിമൻറ്റ്? പലരോടും ചോദിക്കും, എന്താ ദീനിൻ്റെ വിഷയത്തിൽ നമ്മളിങ്ങനെ മിണ്ടാണ് നടക്കുന്നത്? ചോദിക്കണ്ടേ? ഏത് സ്വഹാബിയ മലയാളത്തിൽ മിമ്പർമേൽ താഴെറങ്ങി പ്രസംഗിച്ചത് എന്ന്?
കാരണം എന്താണെന്നറിയോ, ആ പറയുന്ന വിഷയം നാട്ടുകാർക്ക് തിരിയണം, നാളെ സംഗതി നടക്കൂ. കാരണം ബദ്രീങ്ങളുടെ ആണ്ടിനെ പറ്റിയ കാരണം അത് മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് തിരിയുള്ളൂ, നാളെ അവിടെ അറിവ് നടക്കുള്ളൂ. നബിദിനത്തിൽ നടക്കുന്ന റബീഉൽ അവ്വലിലെ 5 ഖുതുബകളുണ്ട്. ആ പ്രവാചകന്റെ മരണം പറയുന്ന, പ്രവാചകന്റെ വേദന, മരണവേദന വിശദീകരിക്കുന്ന ഇബ്നു ബാത്തുൽ മിസ്രിയുടെ ഖുതുബ, അത് അറബിയിൽ ഇങ്ങനെ ഓതു ഉസ്താദ്. എന്താ, ഭയങ്കര വിഷമവും സങ്കടമൊക്കെ പറയുന്നത്, നാട്ടിലേക്ക് തിരിയില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് അതുകൊണ്ട് ഇക്കൊല്ലം നമുക്ക് നല്ല ഉഷാറായിട്ട് നബിദിനം നടത്തണം. ആ ഖുതുബയിൽ അങ്ങനെ ഉണ്ടോ? നേരെ എതിര് മലയാളത്തിൽ. ആ നബിദിനാഘോഷം അവിടെ നടക്കണമെങ്കിൽ, അതിൻ്റെ പേരിൽ മൗലൂദ് നടക്കണമെങ്കിൽ, അതിൻ്റെ പേരിൽ ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓലിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്വഹാബത്തിൻ്റെ മാർഗ്ഗമാണ്. അതൊന്ന് തെറ്റിക്കണു അറബിയിൽ നിന്ന് മലയാളത്തേക്ക് ആയതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വല്ലാണ്ട് ഒരു സുന്നത്തി ജമാഅത്ത് എന്നുള്ള വ്യതിയാനാണെന്ന് പ്രസംഗിച്ച് നടക്കണ്ട. പിന്നെ ഞങ്ങൾക്കൊരു ഉപദേശം പറയാണ്ട്, നിങ്ങൾ അറബിയിൽ തന്നെ പറഞ്ഞാൽ